ദേശീയപാത നിർമ്മാണത്തിൽ കർശന നിർദ്ദേശവുമായി മുഖ്യമന്ത്രി. ഓരോ മാസവും 5% പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ കരാറുകാരനെ ഒഴിവാക്കും. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയിൽ മോശം പ്രകടനം നടത്തുന്ന കരാറുകാർക്ക് നോട്ടീസ് നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജ് ചേരുന്നു. അർജുൻ, പലയിടങ്ങളിൽ നിന്നും വലിയ പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകുന്നത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, ഈ സർക്കാരിന്റെ കാലയളവ് പൂർത്തിയാകുന്നതിന് മുൻപ് ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകണമെന്ന തീരുമാനത്തിലായിരുന്നു പിണറായി സർക്കാർ. പക്ഷേ പ്രത്യേകിച്ച് തൃശ്ശൂരിന് ഇങ്ങോട്ടേക്ക് ഈ നിർമ്മാണത്തിന്റെ പുരോഗതി മന്ദഗതിയിലാണെന്ന വിലയിരുത്തൽ ഇതിനോടകം തന്നെ ഉണ്ട്. തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെ ഏറെക്കുറെ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിൽ കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് മന്ദഗതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് ഒരു യോഗം വിളിച്ചത്. ആ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു കർശന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ മാസവും 5% പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ആ നിർമ്മാണ പ്രവൃത്തികൾ ഏർപ്പെട്ടിട്ടുള്ള കരാറുകാരനെ ഒഴിവാക്കാനാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന കരാറുകാരെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയിൽ മോശം പ്രകടനം നടത്തുന്ന കരാറുകാർക്ക് നോട്ടീസ് നൽകാനും ഇന്നത്തെ ഈ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അനുമതികൾ കിട്ടാത്തത് മൂലം പണി തടസ്സപ്പെടുത്തുന്നതിൽ വേഗത്തിൽ ഇടപെടാൻ ഈ വിവിധ വകുപ്പുകൾക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ നിർമ്മാണ പ്രവൃത്തികൾ പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ലക്ഷ്യം വെക്കുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും അതിന്റെ ഉദ്ഘാടനം ചെയ്യുക എന്ന ലക്ഷ്യമാണ് പിണറായി സർക്കാരിന് ഉള്ളത്. അത് ഒരു തരത്തിൽ, അതായത് വടക്കൻ ജില്ലകളിലൊക്കെ ഏറെക്കുറെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് അത് പലതരത്തിൽ നിർമ്മാണ പ്രവൃത്തികളൊക്കെ പല ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ട് മന്ദഗതിയിലാകുന്ന ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കർശന നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് 5% ഒരു മാസത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി ഇല്ലെങ്കിൽ ആ കരാറുകാരനെ ഒഴിവാക്കണമെന്ന കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. ആ രീതിയിൽ ഈ പ്രവൃത്തി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പൂർത്തിയാക്കണമെന്ന ഒരു കണിശമായിട്ടുള്ള നിലപാട് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ലക്ഷ്മി. അർജുൻ രാജ്, തിരുവനന്തപുരത്ത് നിന്ന്.